നിപ രോഗലക്ഷണങ്ങൾ ഉള്ള 10 പേരുടെ സാമ്പിളുകൾ എടുത്തു. മഞ്ചേരി മെഡിക്കൽ കോളേജിൽ നിന്നാണ് സാമ്പിളുകൾ എടുത്തത്. സാമ്പിളുകൾ കോഴിക്കോട് ലാബിൽ പരിശോധിക്കും. നിപ ബാധിച്ച് മരിച്ച 24-കാരൻ്റെ കോൺടാക്ട് ലിസ്റ്റ് മൊബൈൽ ടവർ ലൊക്കേഷൻ കേന്ദ്രീകരിച്ചാണ് തയ്യാറാക്കുന്നത്. സ്വാലിഹ് ചേരുന്നു. സ്വാലിഹ്, 10 പേരെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ എന്തൊക്കെയാണ്? മഞ്ചേരി മെഡിക്കൽ കോളേജിൽ കഴിയുന്ന ഈ യുവാവുമായി നേരിട്ട് സമ്പർക്കമുള്ളവരാണ് ഇവരെല്ലാം തന്നെ. ഇന്നലെ 5 പേരുടെ സ്രവമെടുത്ത് പരിശോധനയ്ക്ക് അയച്ചിരുന്നു. രോഗലക്ഷണങ്ങൾ, അതായത് പനിയുള്ള ആളുകളാണ് ഈ 10 പേരും എന്നാണ് ആരോഗ്യവകുപ്പ് അറിയിക്കുന്നത്. മറ്റ് രോഗലക്ഷണങ്ങളൊന്നും തന്നെ ഇവർക്ക് നിലവിലില്ല. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് നേരത്തെ 150-ലേറെ ആളുകളാണ് സമ്പർക്ക പട്ടികയിലുള്ളത്. ഇവരെല്ലാം തന്നെ അതത് വീടുകളിൽ തന്നെ ക്വാറന്റൈൻ ചെയ്തിരിക്കുകയാണ്. ഈ മേഖലയിൽ തിരുവാലി പഞ്ചായത്തിൽ 4, 5, 6, 7 വാർഡുകളാണ് നിലവിൽ കണ്ടെയ്ൻമെന്റ് സോണായി പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഒപ്പം മമ്പാട് പഞ്ചായത്തിലെ 7-ാം വാർഡും കണ്ടെയ്ൻമെന്റ് സോണിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ പ്രോട്ടോകോൾ അനുസരിച്ച് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ന് നബിദിന ഘോഷയാത്രകൾ ഇവിടെ നിന്ന് മാറ്റിവെക്കണമെന്ന് ജില്ലാ കളക്ടർ അഭ്യർത്ഥിച്ചിരുന്നു. ആളുകൾ കൂട്ടം കൂടുന്നതിന് വിലക്കുണ്ട്. സ്കൂളുകൾക്കും മദ്രസകൾക്കും കോളേജുകൾക്കും ട്യൂഷൻ സെന്ററുകൾക്കും എല്ലാം അവധി നൽകിയിട്ടുണ്ട്. വ്യാപാര സ്ഥാപനങ്ങൾ 10 മണി മുതൽ 7 മണി വരെയാണ് പ്രവർത്തിക്കുക. അതോടൊപ്പം ഈ സമ്പർക്ക പട്ടിക സംബന്ധിച്ച് അത് ഇനിയും ഉയർന്നേക്കുമെന്നൊരു സൂചനയാണ് ആരോഗ്യ വകുപ്പ് നൽകുന്നത്. ബംഗളൂരുവിൽ നിന്ന് എത്തിയ ശേഷം യുവാവ് യാത്ര നടത്തിയ സ്ഥലങ്ങൾ വീട്ടുകാർക്കോ അല്ലെങ്കിൽ സുഹൃത്തുക്കൾക്കോ അറിയില്ല. ഇത് മൊബൈൽ ടവർ ലൊക്കേഷൻ പരിശോധിച്ച് ഉറപ്പുവരുത്തും. നിലവിൽ നേരിട്ട് സമ്പർക്കമുള്ള രോഗലക്ഷണങ്ങളുള്ള ആളുകളുടെ മാത്രമാണ് സാമ്പിൾ പരിശോധന നടത്തുന്നത്. ഷമി, സ്വാലിഹാണ് വിവരങ്ങൾ നൽകിയത്.